ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് കോൺഗ്രസ് AAP പരസ്യപ്പോര്. കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തിയ രാജ്യദ്രോഹി പരാമർശം അതീവ ഗൗരവത്തോടെയാണ് AAP എടുത്തിരിക്കുന്നത്. മാക്കനെതിരെ 24 മണിക്കൂറിനകം നടപടിയില്ലെങ്കിൽ കോൺഗ്രസിനെ ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളുമായി ചർച്ച നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് AAP നേതാക്കൾ. അതിനിടെ ഇല്ലാത്ത ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് പൊതുജനങ്ങളെ കബളിപ്പിച്ചെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതും AAPയുടെ കടുത്ത നിലപാടിനിടയാക്കിയിട്ടുണ്ട്. പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് AAP മുന്നറിയിപ്പ് നൽകുന്നത്. നേരത്തെ അരവിന്ദ് കെജ്രിവാൾ തന്നെ കോൺഗ്രസ് സമീപനത്തിൽ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഇന്ത്യാ സഖ്യത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉടനുണ്ടാകുമെന്നും ഇക്കാര്യം പാർട്ടിയുടെ രാജ്യസഭാ MP സഞ്ജയ് സിംഗ് പ്രഖ്യാപിക്കുമെന്നുമാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതിന് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും സഞ്ജയ് സിംഗും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. അരവിന്ദ് കെജ്രിവാളിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചതിലൂടെ എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുകയാണ് മാക്കനെന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു. ഒരു BJP നേതാവിനെയും അദ്ദേഹം ഇങ്ങനെ വിളിച്ചിട്ടില്ല. പരാമർശത്തിൽ മാക്കനെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു കക്ഷികളെ സമീപിച്ച് കോൺഗ്രസിനെ സഖ്യത്തിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെടുമെന്നാണ് സഞ്ജയ് സിംഗ് വ്യക്തമാക്കിയത്. കോൺഗ്രസ് തങ്ങളെ രാജ്യദ്രോഹികളായാണ് കണക്കാക്കുന്നതെങ്കിൽ എന്തിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കൊപ്പം സഖ്യം ചേർന്നതെന്നാണ് അതിഷി ചോദിച്ചത്. കെജ്രിവാളിനെ തങ്ങളുടെ പ്രചാരണത്തിനായി എന്തിനു ഉപയോഗിച്ചെന്നും അവർ ചോദിച്ചു. പണം ഞങ്ങൾ തരും. BJP കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഫണ്ട് നൽകുന്നുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചെന്ന വെളിപ്പെടുത്തലും അതിഷി നടത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ സന്ദീപ് ദീക്ഷിത്, ഫർഹാദ് സൂരി എന്നിവരുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് ഇവർക്ക് BJPയിൽ നിന്ന് കോടികൾ ലഭിക്കുമെന്നും ആരോപിച്ചു. AAPയെ തോൽപ്പിക്കാനും BJPയെ വിജയിപ്പിക്കാനുമായി കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. മാക്കനും AAP നേതാക്കൾക്കുമെതിരെ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസിനുമെതിരെ 24 മണിക്കൂറിനകം തന്നെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും അതിഷി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡൽഹി കേന്ദ്ര സർക്കാരുകളുടെ ഭരണപരാജയവും വാഗ്ദാന ലംഘനവും ചൂണ്ടിക്കാട്ടി ഡൽഹി കോൺഗ്രസ് പുറത്തിറക്കിയ ധവളപത്രത്തിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു അജയ് മാക്കന്റെ വിമർശനം. രാജ്യത്തെ തട്ടിപ്പുകാരുടെ രാജാവും രാജ്യദ്രോഹിയുമാണ് കെജ്രിവാൾ എന്നായിരുന്നു മാക്കൻ ആരോപിച്ചത്. ഡൽഹിയിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്കു കാരണം 2013 AAPക്കു നൽകിയ പിന്തുണയാണെന്നും അതാണ് പാർട്ടിയെ ദുർബലപ്പെടുത്തിയതെന്നും വീണ്ടും ഇതേ തെറ്റ് ഉയർത്തിയാണ് AAP അധികാരത്തിലെത്തിയതെന്നും എന്നാൽ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാൻ രൂപീകരിക്കാൻ അവർക്കായില്ലെന്നും കോൺഗ്രസിന് പണ്ട് സംഭവിച്ച പിഴവ് തിരുത്തേണ്ടതുണ്ടെന്നും അജയ് മാക്കൻ പറഞ്ഞു. മാക്കന്റെ പ്രസ്താവനയ്ക്ക് യൂത്ത് കോൺഗ്രസ് പരാതിക്കു പിന്നാലെ കോൺഗ്രസിനോട് മയം വേണ്ടെന്ന നിലപാടെടുത്തിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഇതിന്റെ ഭാഗമായാണ് ഡൽഹി മുഖ്യമന്ത്രി അതിഷി തന്നെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്.